ആകാശവാണി. നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് മഹേഷ് ദിവാകരൻ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 3 ദിവസത്തെ ഗുജറാത്ത് സന്ദർശനത്തിന് ഇന്ന് തുടക്കമാകും. സോമനാഥ് സ്വാഭിമാൻ പർവ് ഉൾപ്പെടെ വിവിധ പരിപാടികളിൽ പ്രധാനമന്ത്രി പങ്കെടുക്കും. രാജ്കോട്ട്, അഹമ്മദാബാദ്, ഗാന്ധിനഗർ എന്നിവിടങ്ങളിലെ പ്രധാന വികസന പരിപാടികൾക്കും അദ്ദേഹം തുടക്കം കുറിക്കും. ജർമ്മൻ ചാൻസലർ ഫ്രെഡറിക് മെർസ് 2 ദിവസത്തെ സന്ദർശനത്തിനായി മറ്റന്നാൾ ഇന്ത്യയിലെത്തും. അഹമ്മദാബാദിൽ ജർമ്മൻ ചാൻസലർ ഫ്രെഡറിക് മെർസുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉഭയകക്ഷി ചർച്ചകൾ നടത്തും. അദ്ദേഹത്തിൻ്റെ ആദ്യ ഔദ്യോഗിക ഇന്ത്യ സന്ദർശനമാണ് ഇത്. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് കേരളത്തിലെത്തും. തിരുവനന്തപുരത്തെ വിവിധ പരിപാടികളിൽ അദ്ദേഹം പങ്കെടുക്കും. ഇന്ന് രാത്രി തിരുവനന്തപുരം വിമാനത്താവളത്തിലെത്തുന്ന കേന്ദ്രമന്ത്രി നാളെ രാവിലെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ദർശനം നടത്തും. തുടർന്ന് BJP ജനപ്രതിനിധികളുടെ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത ശേഷം കേരള കൗമുദിയുടെ കോൺക്ലേവിലും പങ്കെടുക്കും. കേന്ദ്രമന്ത്രിയുടെ സന്ദർശനത്തോടനുബന്ധിച്ച് തിരുവനന്തപുരം നഗരത്തിൽ ഇന്ന് രാത്രി 7 മണി മുതൽ 11:30 വരെയും നാളെ രാവിലെ 7 മുതൽ വൈകുന്നേരം 6 മണി വരെയും ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. കേരള ഹൈക്കോടതിയുടെ പുതിയ ചീഫ് ജസ്റ്റിസായി ജസ്റ്റിസ് സൗമൻ സെൻ ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്തു. കേരള ലോക്ഭവനിൽ നടന്ന ചടങ്ങിൽ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ സത്യവാചകം ചൊല്ലിക്കൊടുത്തു. മുഖ്യമന്ത്രി പിണറായി വിജയൻ, സ്പീക്കർ AN ഷംസീർ, തിരുവനന്തപുരം മേയർ VV രാജേഷ് തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. ജസ്റ്റിസ് നിതിൻ മധുകർ ജാംദാർ വിരമിച്ചതിനെ തുടർന്നാണ് ജസ്റ്റിസ് സൗമൻ സെൻ ചുമതലയേറ്റത്. സംസ്ഥാനത്ത് വോട്ടർ പട്ടികയുടെ തീവ്ര പരിഷ്കരണത്തിന്റെ ഭാഗമായി കരട് വോട്ടർ പട്ടിക പുറത്തിറക്കിയ ശേഷം അതിൽ ഉൾപ്പെടുത്താനായി 44,106 പ്രവാസികളുടെ അപേക്ഷ ക്ഷണിച്ചു. വോട്ടർ പട്ടികയിൽ ഉൾപ്പെടുത്തുന്നതിനായി ഫോം 6 അപേക്ഷിച്ചിട്ടുള്ള 2,16,873 പേർക്ക് പുറമെയാണ് ഇത്. ശക്തവും സമൃദ്ധവുമായ ഇന്ത്യയെ കെട്ടിപ്പടുക്കുന്നതിനുള്ള പ്രേരക ശക്തി രാജ്യത്തെ യുവജനങ്ങളാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. യുവാക്കൾ എല്ലായ്പ്പോഴും രാഷ്ട്രത്തിന്റെ വളർച്ചയ്ക്കും പുരോഗതിക്കും വേണ്ടി ഉറച്ചു നിൽക്കുന്നുവെന്ന് അദ്ദേഹം സമൂഹ മാധ്യമത്തിൽ കുറിച്ചു. ഈ മാസം 12-ന് ന്യൂഡൽഹിയിൽ നടക്കുന്ന വികസിത് ഭാരത് യങ് ലീഡേഴ്സ് ഡയലോഗിന്റെ സമാപന സമ്മേളനത്തെ പ്രധാനമന്ത്രി അഭിസംബോധന ചെയ്യും. ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ് അതോറിറ്റി ഓഫ് ഇന്ത്യയിലെ പ്രശ്നങ്ങൾ കാരണം ഭക്ഷ്യ ലൈസൻസിംഗ് ഉൾപ്പെടെയുള്ള പ്രവർത്തനങ്ങൾ നിലച്ചു എന്ന മാധ്യമ വാർത്ത തെറ്റാണെന്ന് കേന്ദ്ര സർക്കാർ. FSSAI പൂർണ്ണമായും പ്രവർത്തനക്ഷമമാണെന്നും രാജ്യത്തുടനീളമുള്ള ഭക്ഷ്യസുരക്ഷാ നിയന്ത്രണങ്ങളും ലൈസൻസിംഗ് പ്രക്രിയകളും തടസ്സമില്ലാതെ തുടരുകയാണെന്നും പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ വസ്തുതാ പരിശോധനാ യൂണിറ്റ് വ്യക്തമാക്കി. സ്ഥാനാർത്ഥികളുടെ നിര്യാണത്തെ തുടർന്ന് തിരഞ്ഞെടുപ്പ് മാറ്റിവെച്ച തിരുവനന്തപുരം കോർപ്പറേഷനിലെ വിഴിഞ്ഞം വാർഡ് അടക്കമുള്ള 3 തദ്ദേശ സ്ഥാപന വാർഡുകളിലേക്കുള്ള പരസ്യ പ്രചാരണം ഇന്ന് അവസാനിക്കും. തിങ്കളാഴ്ച രാവിലെ 7 മുതൽ വൈകിട്ട് 6 മണി വരെയാണ് വോട്ടെടുപ്പ്. മലപ്പുറം മൂത്തേടം ഗ്രാമപഞ്ചായത്തിലെ പായിമ്പാടം, എറണാകുളം പാമ്പാക്കുട ഗ്രാമപഞ്ചായത്തിലെ ഓണക്കൂർ എന്നിവിടങ്ങളിലും വോട്ടെടുപ്പ് നടക്കും. വോട്ടെണ്ണൽ ചൊവ്വാഴ്ച നടക്കും. സംസ്ഥാനത്തെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള പൊതു തിരഞ്ഞെടുപ്പിൽ മത്സരിച്ച സ്ഥാനാർത്ഥികളിൽ ജനുവരി 12-നകം തിരഞ്ഞെടുപ്പ് ചെലവ് കണക്ക് സമർപ്പിക്കാത്തവരെ അയോഗ്യരാക്കുമെന്ന് സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷണർ A ഷാജഹാൻ. തിരഞ്ഞെടുപ്പ് ചെലവ് കണക്ക് അതത് തദ്ദേശ സ്ഥാപന സെക്രട്ടറിമാർക്ക് നേരിട്ടും തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വെബ്സൈറ്റ് മുഖേനയും നൽകാവുന്നതാണ്. തിരുവനന്തപുരം കോർപ്പറേഷനിലെ കൗൺസിലർമാരെ വിരുന്നിന് വിളിച്ച് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ. ലോക്ഭവനിൽ വൈകിട്ട് 4 മണിക്കാണ് ചായ സൽക്കാരം. ഇതാദ്യമായാണ് കൗൺസിലർമാർക്ക് ഗവർണർ സൽക്കാരം നൽകുന്നത്. മകരവിളക്ക് മഹോത്സവത്തിനായി സന്നിധാനത്തും പരിസര പ്രദേശങ്ങളിലും ഒരുക്കങ്ങൾ ദ്രുതഗതിയിൽ പുരോഗമിക്കുന്നു. കാനനപാത വഴിയുള്ള യാത്രയ്ക്ക് നിയന്ത്രണം ഏർപ്പെടുത്തി. നാളെ എരുമേലി പേട്ടതുള്ളിൽ നടക്കും. ഈ മാസം 12-ന് പന്തളത്ത് നിന്നും തിരുവാഭരണ ഘോഷയാത്ര ശബരിമലയിലേക്ക് തിരിക്കും. 14-നാണ് മകരവിളക്ക്. ഇറാനിൽ നടക്കുന്ന രാജ്യവ്യാപക പ്രതിഷേധങ്ങളുടെ പശ്ചാത്തലത്തിൽ നിരവധി അന്താരാഷ്ട്ര വിമാന കമ്പനികൾ ഇറാനിലേക്കും തിരിച്ചുമുള്ള വിമാന സർവീസുകൾ റദ്ദാക്കി. ഇന്റർനെറ്റ് വിച്ഛേദിക്കപ്പെട്ടതും സുരക്ഷാ ആശങ്കകൾ വർദ്ധിച്ചതുമാണ് നടപടിക്ക് കാരണമായത്. പ്രതിഷേധത്തിൽ നിരവധി ആളുകൾ കൊല്ലപ്പെട്ടിട്ടുണ്ടെന്നാണ് മനുഷ്യാവകാശ സംഘടനകളുടെ കണക്ക്. കോട്ടയം, എറണാകുളം ജില്ലകളിലേക്കും കേന്ദ്രഭരണ പ്രദേശമായ ലക്ഷദ്വീപിലേക്കും ആകാശവാണി പാർട്ട് ടൈം കറസ്പോണ്ടന്റിനെ കരാർ അടിസ്ഥാനത്തിൽ നിയമിക്കുന്നതിന് അപേക്ഷ ക്ഷണിക്കുന്നു. അപേക്ഷകർ ജില്ലാ ആസ്ഥാനത്ത് നിന്നും 10 കിലോമീറ്റർ ചുറ്റളവിൽ സ്ഥിര താമസക്കാരായിരിക്കണം. കൂടുതൽ വിവരങ്ങൾക്ക് www.newsonair.gov.in അല്ലെങ്കിൽ prasarbharati.gov.in/pb vacancies എന്നിവ സന്ദർശിക്കുക. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകുന്നേരം 6:30.